ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 86 നമ്മൾ അധ്യായം 16 21 മുതൽ 30 വരെയുള്ള ഇതാണ് നോക്കുന്നത്. ഇതിലെ ദേവതയും രുദ്രൻ തന്നെയാണ്. രുദ്രൻ എന്ന് പറയുന്നത് ആറ്റമാണ്. നമ്മൾ കുറേ കണ്ടതാണ്, അതുകൊണ്ട് അടുത്തത് നോക്കാം. 21 എന്താണ് പറയുന്നത്? വാസ്തവങ്ങളുടെയും അവാസ്തവങ്ങളുടെയും എല്ലാം പതിയാണ് ഈ രുദ്രൻ. അതായത് വാസ്തവികമായിട്ടുള്ള എല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം, അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്, രുദ്രനാൽ ഉണ്ടായതാണ്. അങ്ങ് മാറ്റങ്ങളുടെ പതിയാണ്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മറ്റൊന്നായിട്ട് മാറുന്നത് ആറ്റത്തിൻ്റെ ഘടനയിലുള്ള മാറ്റമാണ്. ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുമ്പോൾ പ്രപഞ്ചത്തിൽ പല വസ്തുക്കളുണ്ടായത് ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്നിട്ടാണ്. അപ്പം പുതിയ പുതിയ മാറ്റങ്ങൾ, പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത് ആറ്റങ്ങളിലൂടെയാണ്. ലോക നിയമങ്ങളെ കുറേശ്ശെ അങ്ങ് മാറ്റുന്നു. അങ്ങേക്ക് നമസ്കാരം. അങ്ങാണ് ലോക നിയമങ്ങളെ. ലോകത്തിൽ ഓരോ കാലം കഴിയുമ്പോഴും പുതിയ പുതിയ വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടുള്ള കാലം മാതിരിയല്ല. സയൻസിൻ്റെ കെമിസ്ട്രിയുടെ സഹായത്താൽ പുതിയ പുതിയ വസ്തുക്കൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അതിലൂടെ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ഇത്തരം പരിണാമങ്ങളുടെ പതിയായ അങ്ങേക്ക് നമസ്കാരം. ലോകത്തിലുള്ള മാറ്റങ്ങളെല്ലാം ആറ്റത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഇനി 22 ഈ രുദ്രൻ തേജസ് കൊണ്ട്, അത് തേജസ്സുള്ളതാണ്. ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ തന്നെ മുകളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ന്യൂക്ലിയസിലാണ്. ആ ന്യൂക്ലിയസിലുള്ള ശക്തി വിശേഷത്തെ ഇവിടെ രുദ്രനായിട്ട് കാണും. വസ്തുക്കളെയൊക്കെയും മാറ്റിമറിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. എല്ലാ വസ്തുക്കളെയും മാറ്റിമറിക്കും. ഉദാഹരണമായിട്ട് ഹൈഡ്രജൻ, അത് ആറ്റമാണ്. ഓക്സിജൻ ആറ്റമാണ്. ഈ ഹൈഡ്രജനും ഓക്സിജനെയും മാറ്റിയിട്ട് വെള്ളമാക്കി മാറ്റും. എങ്ങനെ? H2O. ഇങ്ങനെ ഓരോന്നും പരസ്പരം ഓരോ വസ്തുക്കളെ വേറൊന്നാക്കി മാറ്റി പോകുന്നത് അങ്ങേക്ക് നമസ്കാരം. അതായത് പുതിയ പുതിയ വസ്തുക്കളെല്ലാം അങ്ങിലൂടെ ഉണ്ടാവുകയാണ്. ബാണപതി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വരുന്ന ഊർജ്ജമാണ് പുറത്തേക്ക് പ്രവഹിച്ചിട്ട് നമ്മൾ പല ആവശ്യത്തിനും അഗ്നി രൂപത്തിലേക്ക് എടുക്കും. അഗ്നിയായിട്ട് അത് പുറത്തേക്ക് വരും. അൾട്രാ വയലറ്റ് റേസ് ആയിട്ട് അത് പുറത്തേക്ക് വരും. അപ്പോൾ ആറ്റങ്ങളിൽ നിന്നാണ് ഈ പലതരത്തിലുള്ള റേസ്, ഇപ്പോൾ എക്സ്റേസ് എല്ലാം അതിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ധർമ്മപതിയാണ്. അങ്ങേക്ക് നമസ്കാരം. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളുടെയും പിന്നിലുള്ളത് അങ്ങേര് തന്നെയാണ്. അങ്ങയുടെ വില്ലിനും ബാണത്തിനും നമസ്കാരം. വില്ല്, ബാണം എന്നെല്ലാം പറയുമ്പോൾ തൊടുത്തുവിടുന്നത് അങ്ങിൽ നിന്ന് തന്നെയാണ്. ആറ്റത്തിൽ നിന്നാണ് പലതരം ഊർജ്ജങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് പുതിയ പുതിയ ഊർജ്ജ അഗ്നിയായിട്ട് വരും, വെളിച്ചമായിട്ട് വരും, പലതരത്തിൽ അത് പുറത്തേക്ക് വരും. സൈന്യങ്ങൾക്കും പ്രണാമം. ശിവൻ എന്ന് പറയുന്നതും രുദ്രൻ, ശിവൻ, ഇതെല്ലാം വ്യത്യസ്ത നാമങ്ങളാണ്. ഇതെല്ലാം ഒന്നിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ എത്രയുണ്ട്? പലതരം ആറ്റങ്ങളുണ്ട്. ആ ആറ്റങ്ങളാണ് പലതരം ആറ്റങ്ങൾ കൂടിയിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഇനി 23 അങ്ങ് വിന്യസിച്ച ബാണത്തിനും ഘനത്വത്തിനും ഇരിക്കുന്ന അങ്ങേക്കും ശയിക്കുന്ന അങ്ങേക്കും ഉറങ്ങുന്ന അങ്ങേക്കും ഉണർന്നിരിക്കുന്ന അങ്ങേക്കും നിൽക്കുന്ന അങ്ങേക്കും ഓടുന്ന അങ്ങേക്കും പ്രണാമം. ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം രൂപത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം തന്നെ ഈ ആറ്റങ്ങളുടെ പ്രത്യേകത. ഉദാഹരണമായിട്ട് ഓടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൽ മസിലിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ആറ്റങ്ങൾ വേറൊരു രാസപ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഊർജ്ജം ഉണ്ടാകുന്നു. ആ ഊർജ്ജം കൊണ്ടാണ് നമ്മൾ ഓടുന്നത്.
പിന്നെയോ ഇരിക്കുന്ന നമ്മൾ, അതായത് ശാന്തമായി ഇരിക്കുന്ന ആറ്റവുമുണ്ട്. ഒന്ന് ഇപ്പോൾ ഈ പേപ്പർ, ഇതിലുള്ള ആറ്റമൊന്നും ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്, മാറാതെ. പക്ഷേ ഇതിൻ്റെ അറ്റത്ത് തീ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറാൻ തുടങ്ങും, കത്തിയിട്ട് വേറെ വസ്തു കാർബൺ ഡൈ ഓക്സൈഡെല്ലാം പുറത്തേക്ക് പോകും. അപ്പം ഇരിക്കുന്നതായാലും ശയിക്കുന്നതായാലും ഉറങ്ങിക്കിടക്കുന്ന ശാന്തമായി നിൽക്കുന്ന ആറ്റങ്ങളുണ്ട്, ഒന്നും ചെയ്യാതെ. അതായത് ഉദാഹരണമായിട്ട് ഇനേർട്ട് ഗ്യാസസ് ഉണ്ട്, അത് ഒന്നുമായിട്ട് പ്രവർത്തിക്കില്ല, അത് ഉറങ്ങിക്കിടക്കുകയാണ്. ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചവർക്കറിയാം, അത് ഉറങ്ങുന്ന ആറ്റങ്ങളാണ്. പിന്നെ ഉണർന്നിരിക്കുന്ന അങ്ങേക്കും നിൽക്കുന്ന അങ്ങേക്കും ഓടുന്ന അങ്ങേക്കും എല്ലാം പ്രണാമം. ഓടുന്ന ബസ്സെല്ലാം ഓടുന്ന ഏതിൻ്റെ ഇതിലാണ്? മൂട്ടിൽ തീ പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ കത്തൽ എന്ന പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ എല്ലാ ചലനങ്ങളും ആറ്റത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. ഇനി 24, രുദ്രനാഥ അങ്ങേക്ക് ഈ സഭകളിൽ നമസ്കാരം. സഭ എന്ന് പറയുമ്പോൾ ഏതൊരു യജ്ഞം നടക്കുമ്പോൾ അവിടെ അതിൽ പങ്കെടുക്കുന്നത് ആറ്റങ്ങളാണ്. അതുകൊണ്ട് സഭാപതിയായ അങ്ങേക്കും, സഭാപതിയാണ്, ഏതൊരു യജ്ഞത്തിൻ്റെ നേതൃത്വം നടത്തുന്ന ആരാണ്? ആറ്റങ്ങളാണ്. ഏതൊന്നിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആറ്റങ്ങളുണ്ടാവും. ഇപ്പം യജ്ഞം നടക്കുന്ന സ്ഥലം ഒരു സഭയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേതൃത്വം നടക്കുന്നത് അവിടെ ആറ്റമാണ്. അങ്ങയുടെ അശ്വത്തിനും, ആറ്റത്തിൽ നിന്നുണ്ട് ബലങ്ങളുണ്ട്. ബലം, ആറ്റത്തിൽ നിന്നാണ് ബലങ്ങൾ പുറത്തേക്ക് വരുന്നത്. അശ്വപതിക്കായും, അശ്വം എന്ന് പറഞ്ഞാൽ ബലം, കുതിരശക്തി. ആറ്റങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബലം കിട്ടുന്നത്. ആറ്റങ്ങളിൽ നിന്ന് വരുന്ന ഇലക്ട്രോണ് നമ്മൾ മോട്ടോറിലൂടെ പോകുമ്പോൾ നല്ല ശക്തിയിൽ അത് തിരിയും. ആ മോട്ടോറുകളാണ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളെല്ലാം ഇല്ല, അതിനെല്ലാം തല്ലി വലിച്ചു കൊണ്ടുപോകുന്നത്. എല്ലാം കത്തുമ്പോൾ, പെട്രോൾ കത്തിക്കുമ്പോൾ അതിൻ്റെ ബലം കൊണ്ടല്ലേ കാറെല്ലാം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം അശ്വപതി, പരിണാമത്തിൻ്റെ നാഥൻ, രൂപങ്ങളെ മാറ്റുന്നത്. ഇതിപ്പോൾ നല്ല രൂപത്തിലാണുള്ളത്, ഇത് കത്തിച്ചു കഴിഞ്ഞാൽ എന്താവും? അതിൻ്റെ രൂപമെല്ലാം മാറും. അപ്പം രൂപപതിക്കും ആയ അങ്ങേക്കും നമസ്കാരം. ജീവിതത്തിലെ വിവിധ ലക്ഷ്യങ്ങളുടെ നാഥനായ അങ്ങേക്ക് നമസ്കാരം. ജീവിതത്തിൽ നമ്മൾ പല ലക്ഷ്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരം വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇടുന്ന വസ്ത്രം തന്നെ പലതരം, ഇതെല്ലാം ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്, കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം. പിന്നെയോ എല്ലാ സംഹാരങ്ങളും നടത്തുന്ന അങ്ങേക്ക് നമസ്കാരം. യുദ്ധത്തിലെല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്? സംഹാരം തന്നെയാണ്. ഇനി 25 രുദ്രനോട് പറയുകയാണ്, അങ്ങ് ഗണമാകുന്നു. ഗണം എന്ന് പറഞ്ഞാൽ രുദ്രന്മാർ എത്രയുണ്ട്? അതുകൊണ്ടാണ് ഗണപതി എന്നെല്ലാം പറയുന്നില്ലേ, ഗണം, കൂട്ടം. രുദ്രഗണങ്ങൾ, ആറ്റങ്ങൾ ഒരു കൂട്ടമാണ്. പീരിയോഡിക് ടേബിളിൽ കുറേ ആറ്റം, ഒരു 100, ഏകദേശം ഒരു 100-നടുപ്പിച്ചാണ് ആറ്റങ്ങൾ ഉള്ളത്. അപ്പോൾ അതൊരു കൂട്ടമായിട്ടാണ്, ഗണങ്ങളുടെ ഒരു കൂട്ടമാണ്, ആറ്റങ്ങളുടെ കൂട്ടം. ഒറ്റ ആറ്റം അല്ല ഉള്ളത്, പലതരമായിട്ട് ഓക്സിജൻ, ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒരനവധി ആറ്റങ്ങളുണ്ട്. ഗണനാഥനായ അങ്ങേക്ക് നമസ്കാരം. അതിൻ്റെ എല്ലാ അധിപനായിരിക്കുന്നതിനെയാണ് എല്ലാ ഗണങ്ങളും, കുറേ ആറ്റങ്ങൾ കൂടിയതാണ് രുദ്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ന്യൂക്ലിയസിൽ ആക്ട് ചെയ്യുന്ന ആ ശക്തി വിശേഷം, അതാണ് രുദ്രൻ. അങ്ങേക്ക് നമസ്കാരം. വ്രതം നടത്തുന്നവനും വ്രതന്മാരുടെ പതിയുമായ അങ്ങേക്ക് നമസ്കാരം. എല്ലാതര യജ്ഞങ്ങളും, വ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തരം യജ്ഞങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം നാഥനൊക്കെ. മേധാശക്തിയുണ്ട്, മേധാപതിയാണ്, വിശ്വരൂപനാണ്. ഈ പ്രപഞ്ചം ഈ രൂപത്തിലായത് ആറ്റങ്ങളെ കൊണ്ടാണ്. വിശ്വരൂപം, ഈ പ്രപഞ്ചം ഇന്ന് കാണുന്ന ഈ രൂപത്തിലുള്ള പ്രപഞ്ചമുണ്ടായത് ആറ്റങ്ങളെ കൊണ്ടാണ്. അങ്ങേക്ക് വെവ്വേറെ നമസ്കാരം എന്ന് പറയുകയാണ്. ഇനി 26 രഥിയാകുന്ന അങ്ങേക്ക് നമസ്കാരം. അങ്ങ് സേനകൾക്കും സേനാപതികൾക്കും രഥികൾക്കും അരഥികൾക്കും നമസ്കാരം. രഥപരിശീലകർക്കും രഥനിയന്താക്കൾക്കും പ്രണാമം.
ഇവിടെ രഥങ്ങളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. രഥങ്ങൾ ഓടിക്കുന്നവർ, അതിൻ്റെ എല്ലാം പിന്നിലുള്ള രഥങ്ങൾ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ. വാഹനങ്ങളുടെ പിന്നിലുള്ളത് എന്താണ്? പണ്ട് കാളവണ്ടിയാണ്. കാളവണ്ടീൻ്റെ പിന്നിലുള്ള പണ്ട് മനുഷ്യൻ വിളിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ശക്തി എവിടെ നിന്ന് തിന്നുന്ന ഭക്ഷണത്തിൽ നിന്ന് മസിലൂട്ടിയാണ് ശക്തി കിട്ടുന്നത്. ഭക്ഷണം കഴിച്ചാൽ കിട്ടും. കാളയാകുമ്പോൾ പുല്ല് കൊടുത്താൽ മതി. ആ പുല്ലിൽ നിന്ന് കിട്ടുന്ന ഊർജം, ആറ്റങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഊർജം കിട്ടും. ആ ഊർജം കൊണ്ടാണ് പശുവും കുതിരയെല്ലാം വണ്ടി വലിച്ചോടും. ഇന്നാകുമ്പോൾ എന്തായി? പെട്രോൾ ഡീസൽ വണ്ടികളായി, രഥം. ആ രഥത്തിലുള്ള ഇന്ധനങ്ങൾ, പലതരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് റോക്കറ്റ്, ഇതെല്ലാം. അപ്പം ഏത് തരം രഥമായാലും അതിനെല്ലാം നയിക്കുന്ന രഥവതി എല്ലാം അങ്ങ് തന്നെയാണ്. അങ്ങേക്ക് നമസ്കാരം. രഥപരിശീലകർക്കും നിയന്താക്കൾക്കും നമസ്കാരം. രഥവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാതരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെയും രുദ്രന് നമസ്കാരം. ഇനി 27 തക്ഷകന് 27 പറയാണ്, തക്ഷകനായ ഹേ രുദ്ര. രുദ്രൻ തക്ഷകനാണ്, വിഷമാണ്. തക്ഷകൻ എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, ഏറ്റവും ഉഗ്രവിഷമുള്ള സർപ്പമാണ്. ഈ സർപ്പം എന്നത് രാസവസ്തുവാണ്. അതൊരു പ്രത്യേകതരം രാസവസ്തുവാണ്. വിഷങ്ങൾ അതെല്ലാം കെമിസ്ട്രിയിൽ വരുന്ന വസ്തുക്കളാണ്. അങ്ങേക്ക് പ്രണാമം. അങ്ങ് രഥമുണ്ടാക്കുന്നവനാണ്. അതായത് വാഹനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഊർജം അങ്ങിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങ് കുലാലനുമാണ്. കുലാലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്ന വിഭാഗം ഉണ്ടല്ലോ. ആ പാത്രങ്ങളെല്ലാം എങ്ങനെ കൊണ്ടാണ്? മണ്ണെടുത്തിട്ട്, ഈ മണ്ണ് എന്ന് പറയുന്നത് എന്താണ്? രാസവസ്തുക്കളാണ്, ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചത്. അതിനെ കൊണ്ടുതന്നെയാണ് പലതരം പാത്രങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങ് കുലാലനാണ്. അങ്ങ് കർമാരനാണ്, നിർമ്മാണം. അതായത് കൊല്ലപ്പണിയെല്ലാം ചെയ്യുന്നവരുണ്ടല്ലോ, ഇരുമ്പിനെ കൊണ്ടുള്ള മറ്റുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നവർ. അതിലുമെല്ലാം, അതായത് പലതരം വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് പലതരം ജോലികൾ. നേരത്തെ രഥമുണ്ടാക്കുന്നവർ, ഇരുമ്പിൻ്റെ പണി ചെയ്യുന്നവർ. അങ്ങ് തന്നെയാണ് പുഞ്ചിഷ്ടൻ എന്ന് പറയുമ്പോൾ പക്ഷികളെ പിടിക്കുന്നവർ. പക്ഷികളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വല വെച്ചിട്ട് പിടിക്കാം, അല്ലെങ്കിൽ അമ്പ് ചെയ്തിട്ട്, അമ്പ് അല്ലെങ്കിൽ വെടി വെച്ചിട്ട് പിടിക്കുക. അതിനെല്ലാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ. അങ്ങ് നിഷദ്രനാണെന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളെയെല്ലാം പിടിക്കുന്ന മുക്കുവന്മാർ, അവരെല്ലാം ഇതെല്ലാം ചില വസ്തുക്കൾ ഇട്ട് കൊടുത്തിട്ട് തന്നെ മത്സ്യത്തെ പിടിക്കുക. അപ്പോൾ അത്തരത്തിലെല്ലാം എനിക്കാണ്. അതായത് ഈ വസ്തുക്കളുടെ, ആറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല വസ്തുക്കളും ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്നത്. അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യൻ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. ചിലവർ മണ്ണ് കൊണ്ടുള്ള, ചിലവർ ഇരുമ്പ് കൊണ്ടുള്ള, തടി കൊണ്ടുള്ള, അങ്ങനെ പലതരം കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ഇനി 28 അങ്ങ് വിശ്വത്തിൻ്റെ കാവൽക്കാരനാണ്. ഈ വിശ്വത്തെ കാത്തുരക്ഷിക്കുന്നത് ആറ്റങ്ങളെ കൊണ്ട് തന്നെയാണ്. ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കാവൽക്കാരനും അങ്ങ് തന്നെ. ദേവകളുടെ നായകനാണത്. എല്ലാ ദേവകളെയും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയാണ് എന്തു പറയുന്നത്? ദേവകൾ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ്. ആ ദേവതകൾ ഏതിൽ നിന്നുണ്ടായത്? ആറ്റത്തിൽ നിന്നാണ് ഉണ്ടായത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആറ്റത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ദേവതകളുടെ നാഥനാണ്. എക്കാലം നിലനിൽക്കുന്നതാണ് ഈ രുദ്രൻ. അതായത് ആറ്റങ്ങൾ എത്ര കാലം ഉണ്ടാവും? ഈ പ്രപഞ്ചങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങളെ കൊണ്ടാണ്. അത് എത്ര കാലം ഉണ്ടാവും? പ്രപഞ്ചം നശിക്കുന്നവരെ ഉണ്ടാവും. നശിക്കുമ്പോൾ ആറ്റത്തിലൂടെയാണ് അതങ്ങ് ഇല്ലാതെ ആകുന്നത്. അങ്ങ് പാപങ്ങളെ ഇല്ലാതാക്കുന്നവനാണ്. നമ്മുടെ കഷ്ടപ്പാടെല്ലാം, ആരോഗ്യ രോഗം ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ രോഗം തീരും. ഇപ്പം നമ്മൾ പല വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും. ഇതെല്ലാം ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളാണ്. അങ്ങ് തന്നെയാണ് പശുപതിയും നീലകണ്ഠനും ശിതികണ്ഠനും. അത് പര്യായങ്ങളായിട്ട് പലതായിട്ട് പറയുകയാണ്. ഇനി 29 അങ്ങേക്ക് ആയിരക്കണക്കിന് കണ്ണുകളുണ്ട്.
എപ്പോഴും രുദ്രനെ കണ്ണുകളായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. കണ്ണിൻ്റെ ഷെയ്പ്പാണ് ആർക്കുള്ളത്? രുദ്രനുള്ളത്. പിന്നെയോ അങ്ങേക്ക് 100 കണക്കിന് ധനുസ്സുകളുണ്ട്. ധനുസ്സുകളുണ്ട് എന്ന് പറഞ്ഞാൽ ബാണങ്ങളയക്കുക. അങ്ങിൽ നിന്നും പലതരത്തിലുള്ള ഊർജം പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഊർജം തന്നെയാണ് ഇപ്പം വെടിമരുന്ന് എന്നെല്ലാം പറയുന്നത്. പൊട്ടിത്തെറിക്കുന്നതിൽ നിന്ന് എന്തെല്ലാം വരുന്നത്? ന്യൂക്ലിയർ ബോംബാണ്, അൾട്രാ എന്തെല്ലാം റേസ് വരും, ആൽഫ പാർട്ടികൾ, ബീറ്റ പാർട്ടികൾ, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പലതരം രശ്മികൾ എല്ലാം പുറത്തേക്ക് വരും. അതുകൊണ്ട് അത്തരം ധനുസ്സുകളുണ്ട്. ഗിരീശനായ അങ്ങേക്ക് നമസ്കാരം. അങ്ങ് എവിടെയാണ് സ്ഥിതിക്കുന്നത്? ഗിരി പർവ്വതത്തിൻ്റെ നടുവിൽ, അതായത് നടുവിലുള്ള ന്യൂക്ലിയസിലാണ് അങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് കിരണങ്ങളിൽ കഴിയുന്നവനാണ്. ആറ്റത്തിൻ്റെ അകത്ത് എന്തുണ്ട്? കിരണങ്ങളുണ്ട്. അതാണ് ആറ്റോമിക് സ്പെക്ട്രം എന്നെല്ലാം പറയും. ഒരു ആറ്റം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ റേസ് പുറത്തേക്ക് വരുന്നുണ്ട്. ആറ്റങ്ങളെ ഓർബിറ്റിൽ നിന്ന്, അത് ഇലക്ട്രോൺ ഓരോ ഓർബിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയോ ചാടുമ്പോഴെല്ലാം ഈ ഊർജ്ജം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത് പടം എടുത്തു കഴിഞ്ഞാൽ ആറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ കിരണങ്ങളിലാണ് അങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ഇനി 30 ഹ്രസ്വനായ അങ്ങേക്ക് നമസ്കാരം. മനസ്സിന് നമസ്കാരം. നമ്മുടെ മനസ്സുമെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത് ചില ഭക്ഷണങ്ങളിൽ നിന്നുള്ള അന്നത്തിൽ നിന്ന് തന്നെയാണ്. അന്നത്താൽ നിർമ്മിതമായ ശരീരമാണെന്നെല്ലാം പറഞ്ഞില്ല. വർഷിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. മഴയായിട്ട് വർഷിക്കുന്നത് എന്ത് തന്നെയാണ്? ആറ്റങ്ങൾ തന്നെയാണ് ജലരൂപത്തിൽ വർഷിക്കുന്നത്. മഹത്വം നിറഞ്ഞ അങ്ങേക്ക്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അങ്ങിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങ് ഏറ്റവും മഹത്വമുള്ള വ്യക്തി തന്നെയാണ്. മുമ്പിലുള്ള അങ്ങേക്കും നമസ്കാരം. മുമ്പിലും പിന്നിലും എല്ലാം. മുമ്പിൽ മാത്രമൊന്നുമല്ല, ഈ കാണുന്ന വസ്തുക്കൾ മുമ്പിലും പിന്നിലും എല്ലായിടവും കാണുന്ന വസ്തുക്കളെല്ലാം അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് പ്രണാമം. വമ്പനായ അങ്ങേക്ക്, വമ്പനാണെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹത്തെ പറയേണ്ട അല്ല, അതിലൊന്നും സംശയമൊന്നുമില്ലല്ലോ. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അദ്ദേഹം വലിയ വമ്പൻ തന്നെ ആണ്. ഇവിടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്തെല്ലാം സ്വഭാവ വിശേഷങ്ങളുണ്ടോ അതെല്ലാം ആറ്റത്തിൻ്റെ സംഭാവനയാണ്. അതുകൊണ്ടാണ് അതിനെ പലതരത്തിൽ ഈ രുദ്രനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്.